ഇന്ത്യയിലെ പാറ്റകളെ പോലെയാണ് അമേരിക്കയിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾ. അവർ ചെല്ലുന്നിടത്തെല്ലാം പടർന്നു കയറും, വിജയിക്കും. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ നിലവിലുള്ള സംവിധാനത്തെ ചോദ്യം ചെയ്യും, അതിനെ വെല്ലുവിളിക്കും. അപ്പം ഭരണപക്ഷത്തുള്ളവരെല്ലാം പേടിച്ച് അവരെ പേടിയോടെ നോക്കുന്നു. അപ്പോൾ ഈ സംവിധാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിൽ പല സ്ഥലങ്ങളിലും. പക്ഷേ വിസ്കോൺസിനിൽ നേരെ തിരിച്ച് സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു ഞെട്ടൽ തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാം. ഇന്നലെ നടന്ന പ്രൈമറിയിൽ അവിടെ വിസ്കോൺസിൻ ഗവർണറായിട്ട് ഫ്രാൻസിസ്ക ഹോങ് എന്ന് പറഞ്ഞ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി, ഈ ചെറുപ്പക്കാരിയാണ്, 30കളിലുള്ള ചെറുപ്പക്കാരി. അപ്പോൾ അവർ വിജയിക്കുമെന്നാണ് എല്ലാ ഒപ്പീനിയൻ പോളും പറഞ്ഞിരുന്നത്. അവരാണ് ഫ്രണ്ട് റണ്ണർ. അപ്പോൾ അവർക്കെതിരെ വന്നത് ഡെമോക്രാറ്റിക് പ്രൈമറിയാണ്. ഡേവിഡ് ക്രൗലി എന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കനാണ്. അദ്ദേഹം അവിടുത്തെ ഒരു കൗണ്ടി എക്സിക്യൂട്ടീവോ മറ്റാണ്. അപ്പം അദ്ദേഹം ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഈ ഡേവിഡ് ക്രൗലി വിജയിച്ചു. ഇവർ തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. 3,15,000 വോട്ട് ക്രൗലിക്ക് കിട്ടി. ഇവർക്ക് ഈ ഫ്രാൻസിസ്ക ഹോങ്ങിന് 3,11,000 കിട്ടി. അപ്പോൾ ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ പറയുന്നത്, ഈ ഫ്രാൻസിസ്ക ഹോങ് പറയുന്നത് താങ്ക്സ് ഗിവിങ് വേണ്ട, അത് നിർത്തലാക്കി കളയണം. ഈ ഇസ്രായേലിന് സഹായം പൂർണ്ണമായിട്ട് നിർത്തണം. പാലസ്തീൻ്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ മൊത്തത്തിൽ അത് $75,000 കൂടുതലുള്ളവർക്കൊക്കെ കൂടുതൽ, വരുമാനമുള്ളവർക്ക് കൂടുതൽ ടാക്സ് ചുമത്തണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്, ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കെതിരെ മത്സരിക്കുന്നതിന് ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകളൊക്കെ മത്സരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വം, അതായത് ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇവരെ തോൽപ്പിക്കാനായിട്ട് അവരോട് രംഗത്തിറങ്ങും. സ്വന്തം പാർട്ടിക്കാർ അവർ വൻതോതിൽ പണം അവർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന സംഘടനകൾ, അമേരിക്കൻ ഇസ്രായേൽ PAC, പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ വൻതോതിൽ പണമൊഴുക്കുന്നു. അപ്പോൾ അവരെല്ലാം എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വൻതോതിൽ പണമൊഴുക്കി. പക്ഷേ എങ്കിൽ കൂടി ഇവർ ഫ്രാൻസിസ്ക ഹോങ് ജയിക്കുമെന്നാണ് പൊതുവിൽ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. ചെറിയൊരു വോട്ടിന് അവർ പരാജയപ്പെട്ടു, ചെറിയൊരു ശതമാനത്തിന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ഈ നിലപാടുകൾ, ഈ കടുത്ത തീവ്ര നിലപാടുകളെ ശക്തമായിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരും പരാജയത്തിലേക്ക് വരാം എന്നുള്ളൊരു സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇവർ ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് പ്രചാരണങ്ങളും അത് മുൻകാലങ്ങളിലുള്ള പ്രചാരണമൊക്കെ നടത്തുന്നത്. അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ നിലപാടുകൾക്കെതിരേക്കുള്ള ശക്തമായ പ്രചാരണ കാര്യങ്ങൾ കാണും. അവയൊക്കെ പിന്നീട് അവർ ഇറേസ് ചെയ്യാൻ ശ്രമിച്ചാൽ കൂടി എങ്ങനെയായാലും ആ പരാജയം ഈ വിഭാഗത്തെ ഞെട്ടിച്ചു കളഞ്ഞു. പക്ഷേ തൊട്ടടുത്ത മിനസോട്ടയിൽ ഇപ്പോഴത്തെ നിലവിലുള്ള ലഫ്റ്റനൻറ്റ് ഗവർണർ പെഗി ഫ്ലാനഗൻ അവർ വിജയിച്ചു. അവർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നില്ല, പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ആളാണ്. യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ICE, നമ്മുടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ്, അവർക്കെതിരായ ശക്തമായ നിലപാടുകൾ, ഇതൊക്കെയാണ് അവരെ ശ്രദ്ധേയമാക്കുന്നത്. അവർക്കെതിരെയും വെല്ലുവിളികൾ ഉയർന്നുവെങ്കിലും അവർ വിജയിക്കാനുണ്ടായത്. ഇനി മിനസോട്ടയിൽ വേറെ ശ്രദ്ധേയമായൊരു കാര്യം, അവിടെ ഗവർണർ സ്ഥാനത്തേക്ക് മുൻ സെനറ്റർ ഏമി ക്ലോബുഷർ, അവരെ നമുക്കറിയാം. അവർ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു, വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആകുമെന്നൊക്കെ കരുതിയതാണ്. എന്തായാലും അവരാണ് ഗവർണർ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചിരിക്കുന്നത്. അവിടെ ടിം വാൾസ് എന്ന് പറഞ്ഞ് നിലവിലുള്ള ഗവർണർ, അദ്ദേഹം കമലാ ഹാരിസിൻ്റെ കൂടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു, പക്ഷേ പരാജയപ്പെടുകയായിരുന്നു. അപ്പോൾ ഈയിടയ്ക്ക് അദ്ദേഹമൊക്കെ വിവാദത്തിൽപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം ഏതായാലും മത്സരിക്കാനുണ്ടായിരുന്നില്ല. അപ്പം ഇവർ വിജയിച്ചു. ഇനി ഇവർക്കെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വിജയിച്ച ഒരു ടോം ടിഫനി എന്ന് പറഞ്ഞ കോൺഗ്രസ് അംഗമാണ്. അപ്പോൾ അവിടെ പ്രസിഡന്റ് ട്രംപിൻ്റെ പിന്തുണയോടുകൂടി ഈ മൈപില്ലോയുടെ സ്ഥാപകൻ മൈക്ക് ലിൻഡൽ എന്ന് പറഞ്ഞൊരു കക്ഷിയോട് മത്സരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു. അവിടെ പ്രസിഡന്റ് ട്രംപിൻ്റെ സപ്പോർട്ട് അദ്ദേഹത്തിന് ഗുണപ്പെട്ടില്ല. അതുപോലെ തന്നെ ഈ സൗത്ത് കരോളിനയിൽ ഇപ്പം നിലവിലുള്ള ഗവർണർ, അതായത് 28 ദിവസമേ ആയുള്ളൂ അവർ ഗവർണറായിട്ട്, ഈ അന്തരിച്ച ലിൻസെ ഗ്രാമിൻ്റെ സഹോദരി, അദ്ദേഹത്തിൻ്റെ ആ സീറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തി ഡാർലിൻ ഗ്രഹാം, അവർ ശരിക്കുള്ള ഇലക്ഷൻ്റെ പ്രൈമറിയിൽ നിന്നു. പക്ഷേ ആ പ്രൈമറിയിൽ അവർക്ക് 51% വോട്ട് നേടാനായില്ല. അതുകൊണ്ട് റൺ ഓഫിലേക്ക് പോയിരിക്കുന്നു. ഈ മാസം 25-ന് അവരും നോർമൻ റാൽഫ്, റെപ്രസെൻറ്റേറ്റീവ് നോർമൻ റാൽഫ്, അദ്ദേഹവുമായിട്ട് അവർ റൺ ഓഫിൽ മത്സരിക്കും. അതിലാണ് വിജയിയാരെന്ന് തീരുമാനിക്കുക. അതും ഈ ഡാർലിൻ ഗ്രേയും പ്രസിഡന്റ് ട്രംപിൻ്റെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് അവരെ പൂർണ്ണമായിട്ട് ജയിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇനി കണക്റ്റിക്കട്ടിൽ വേറൊരു വിജയം കണ്ടത് 15 തവണ
പിന്നെ 15 തവണ അവിടെ പിന്നെ കോൺഗ്രസ് അംഗമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് 15 തവണ കോൺഗ്രസ് അംഗമായിരുന്നു. 78 വയസ്സുണ്ട്, ജോൺ ലാർസൺ. പക്ഷേ ഈ അദ്ദേഹത്തിന് ഈ ഹാർട്ട്ഫോർഡിൻ്റെ മുൻ മേയർ ലൂക്ക് ബ്രോഡിൻ തോൽപ്പിച്ചു. 47-48 വയസ്സേ ഉള്ളൂ. അപ്പോൾ പ്രായമുള്ളവരെ എടുത്തു കളയുന്ന ഒരു സംവിധാനം, ആ ഒരു രീതി, ആ ഒരു ടെൻഡൻസി തുടങ്ങിയിരിക്കുന്നതെന്നാണ് അതിനെപ്പറ്റി വിലയിരുത്തുന്നത്. അപ്പോൾ പ്രായമുള്ളവരെ ഒഴിഞ്ഞു പോകണം, സ്വയം ഒഴിയണം, അല്ലെങ്കിൽ പുതിയ തലമുറ വന്ന് നിങ്ങളെ ഒഴിപ്പിച്ച് കളയും എന്നുള്ള ഒരു സ്ഥിതി, അതിൻ്റെ ഒരു തെളിവായിട്ടാണത് പിന്നെ അതിനെപ്പറ്റി പറയുന്നത്. പിന്നെ ഈ കണക്റ്റിക്കറ്റിൽ നിലവിലുള്ള ഗവൺമെൻറ് നെഡ് ലാമൻഡ് അദ്ദേഹം വീണ്ടും പ്രൈമറിയിൽ വിജയിച്ചു. അദ്ദേഹം വീണ്ടും വിജയിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നതും. അങ്ങനെ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പിന്നെ ശ്രദ്ധേയമായ ഒന്ന് മിനസോട്ടയിൽ തന്നെ ഈ 26 വയസ്സുള്ള ഇപ്പോഴത്തെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി സോൺ ഡഫിയുടെ സണ്ണിൻലോ മൈക്കൽ അൽഫോൻസോ, അദ്ദേഹത്തിന് 26 വയസ്സാണ്. അദ്ദേഹം കോൺഗ്രസിലേക്കുള്ള പ്രൈമറിയിൽ വിജയിച്ചു. അപ്പോൾ പിന്നെ ഗവർണർ സ്ഥാനാർത്ഥി ടോം ടിഫനി അദ്ദേഹം ഒഴിയുന്ന സ്ഥിതിയിലേക്കാണ് ഇദ്ദേഹം വിജയിച്ചത്. എങ്ങനെയായിരുന്നാലും ഈ പ്രൈമറികൾ ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾക്ക് കൃത്യമായൊരു സൂചനയൊന്നും നൽകുന്നില്ല. അവരെല്ലായിടത്തും വിജയിക്കും. ഈ മിഷിഗണിൽ എൽസായത് കഴിഞ്ഞ ആഴ്ച വിജയിച്ചു, അതുപോലെ തന്നെ എല്ലായിടത്തും വിജയിക്കും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. അതാണ് പ്രത്യേകിച്ച് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മുഴുവൻ അവർക്കെതിരെ വന്നിരിക്കുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി അവർക്കെതിരെ പണ്ട് മുതലേ അവർക്കെതിരെയാണ്. ഇനി സ്വന്തം പാർട്ടിക്കാർ, ഡെമോക്രാറ്റിക് പാർട്ടിയിലെ തന്നെ ആ ഭരണപക്ഷം എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതിവർക്കെതിരാണ്. പിന്നെ മറ്റ് സംഘടനകളെല്ലാം വൻതോതിൽ പണമൊഴുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഇവർക്കെതിരെ ഉണ്ടാകുന്നത്. എന്നിട്ടും ഇവർ പലയിടത്തും വിജയിക്കുന്നു എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ അമേരിക്ക ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നവർ പറയുന്നു. കുറഞ്ഞ പക്ഷം അതിലൂടെ അവരുടെ ആ തീവ്ര നിലപാടുകൾ മറ്റുള്ളവരിലും ഒരു മാറ്റം ഉണ്ടാക്കുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ ആ വിസ്കോൺസിനിലെ അട്ടിമറി ഒരു തിരിച്ചടിയായി എന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ കൂടെയാണ് ഈ ഒട്ടേറെ മുസ്ലിം സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഈ മിഷിഗണിൽ അബ്ദുൾ റഹ്മാൻ എൽ സായദ് ഡോക്ടർ, അദ്ദേഹം സെനറ്റിലേക്കുള്ള മത്സരത്തിൽ വിജയിച്ചു, പ്രൈമറിയിൽ വിജയിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പിന്നെ ഏതാണ്ട് 70 മില്യനാണ് ഈ പിന്നെ മറ്റുള്ളവരെല്ലാം കൂടെ മുടക്കിയത്. അദ്ദേഹത്തിന് ഏതാണ്ട് 4-5 മില്യനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. പണം കൊടുത്തിട്ടല്ല. ആ പണമല്ല കാര്യം, പണം കൊടുത്തിട്ട് പണം കൊണ്ടൊന്നുമല്ല കാര്യം ഇരിക്കുന്നത്. ജനങ്ങളുടെ പിന്തുണയാണ് പ്രധാനമെന്നാണ് അവിടെ തെളിയിക്കപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായ എതിർപ്പാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ജിഹാദിയാണ്, ടെററിസ്റ്റാണ്, ആൻറ്റി അമേരിക്കനാണ്, ഇതൊക്കെയാണ് അദ്ദേഹത്തെപ്പറ്റി പറയുന്നത്. അദ്ദേഹം അമേരിക്കയിൽ ജനിച്ചു വളർന്നയാളാണ്. 84 അമേരിക്കയിൽ ജനിച്ചതാണ്. ഈജിപ്ഷ്യൻ വംശജനാണ്. ടെററിസ്റ്റോ ജിഹാദിയോ ഒന്നുമായിട്ട് ഇന്നവരെ കേട്ടിട്ട് പോലുമില്ല. പക്ഷേ അതെല്ലാമാണ് അദ്ദേഹത്തിനെതിരെ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യക്കാരിയായ ഭാര്യ, ഇന്ത്യക്കാരിയായ ഭാര്യ ഡോക്ടറാണ്. അവർ ഹിജാബ് ഇട്ടിരിക്കുന്നു. അപ്പോൾ അവരുടെയും പിന്നെ ട്രംപും മെലനിയ ട്രംപും, അപ്പം മെലനിയ ട്രംപ് സ്ട്രാപ്പ്ലെസ് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഈ സ്ട്രാപ്പ് ഈ ബ്ലൗസ്, സ്ട്രാപ്പില്ലാത്ത ബ്ലൗസ്. അപ്പോൾ അതും പങ്കുവെച്ചുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് തന്നെ ഇവരെ കമ്പയർ ചെയ്യുന്നു. കണ്ടില്ലേ, ഇത് 2 തരം അമേരിക്ക. ഇത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള അമേരിക്കയും സ്ത്രീകൾ ഹിജാബൊക്കെ ധരിച്ച് മൂടിക്കെട്ടി നടക്കുന്ന മറ്റൊരു അമേരിക്കയും ഇതാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുസ്ലിങ്ങൾ ഇതെല്ലാം പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു ധ്വനിയിൽ. അതിനെതിരെ അദ്ദേഹത്തിൻ്റെ എൽ സായദിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ 2 തരം അമേരിക്ക എന്ന് പറയുന്നു. നിങ്ങളുടെ ഈ അമേരിക്ക, അതായത് പ്രസിഡന്റ് ട്രംപും ഈ മെലനിയ ട്രംപും ഇവർ പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നുമല്ല. പക്ഷേ പണത്തിന് വേണ്ടിയിട്ടുള്ള 2 കൂട്ടരും കൂടിയിട്ടുള്ള ഒരു കൂട്ടുകെട്ട് മാത്രമാണത്. നേരെ മറിച്ച് തങ്ങളുടേത് ഈ സാധാരണക്കാരായ ആളുകൾ പാൻകേക്ക് ഉപയോഗിച്ചുള്ള ഒരു പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സാധാരണക്കാർ തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് തങ്ങളുടേതെന്നും പറഞ്ഞ് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായൊരു കാര്യമാണ്. വലതുപക്ഷം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷവും ശക്തിപ്പെടുന്നു, തീവ്ര ഇടതുപക്ഷവും ശക്തിപ്പെടുന്നു. അപ്പോൾ അത് വലിയ മാറ്റങ്ങൾക്ക് ഈ നവംബറിൽ വഴിതെളിക്കും എന്ന് വേണം നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എത്ര കണ്ട് മാറും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.